ജോസിൽ ഇന്നലെ മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചത്. ബന്ധുക്കൾക്ക് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയത്ത് മൃതദേഹം വിട്ടു നൽകുകയായിരുന്നു. രാവിലെ സംസ്കാര ചടങ്ങുകൾ. വല്ലാത്ത ഒരു വേദനയിൽ ആ കുടുംബം, ബന്ധുക്കൾ നിൽക്കുന്നൊരു സാഹചര്യമാണ്. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിയോഗമാണ് അവരെ സംബന്ധിച്ച്. വല്ലാത്തൊരു ഞെട്ടലാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. ഇന്നലെ അവരുടെ ബിന്ദുവിൻ്റെ ഭർത്താവ് സംസാരിക്കുന്നത്, ജീവിത പങ്കാളി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ജോസിൽ അവിടെയാണുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ശരത്ത്, വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഉമാംകുന്ന്, ഈ തലയോലപ്പറമ്പ് ഉമാംകുന്ന് എന്ന് പറയുന്ന മോയപ്പോത്തുകുന്നേൽ വിശ്രുതൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിശ്രുതൻ്റെ ഭാര്യ ബിന്ദു ആണ് ഇന്നലെ ഇത്തരത്തിൽ ഉപയോഗരഹിതമായ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ടത്. ഏതായാലും വളരെ ദുഃഖം തളം കെട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ സംസ്കാര ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ സാധാരണക്കാരായ ഒരു കുടുംബമാണ് ഇത്. ഈ ഭർത്താവാണെങ്കിൽ ഒരു നിർമ്മാണ തൊഴിലാളി തന്നെ, ഭാര്യ ഒരു വസ്ത്ര സ്ഥാപനത്തിൽ ജോലിക്ക് പോയാണ് ഈ കുടുംബം മുമ്പോട്ട് പോയിരുന്നത്. ആന്ധ്രാപ്രദേശിലെ അപ്പോളോ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കുടുംബം എത്തിയത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെയുള്ളൊരു അന്തരീക്ഷം എന്ന് പറയുന്നത്, ഇവിടെ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച് ഈ കുടുംബത്തിലെ ആളുകളെ പ്രകോപിപ്പിക്കുന്ന ഒരിക്കലും മാധ്യമപ്രവർത്തനത്തിന് ചേരാത്ത രീതിയിലുള്ള ചില മാധ്യമങ്ങളുടെ പ്രവൃത്തിയാണ് ഇത്രയും നേരം ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ട് ഒരിക്കലും കയറാൻ അനുവാദമില്ലാത്ത കെട്ടിടത്തിലേക്ക് അനധികൃതമായി കയറി ഉണ്ടാക്കിയ അപകടം എന്ന രീതിയിലാണല്ലോ ചില മന്ത്രിമാരും സർക്കാരും ഒക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ കുടുംബത്തോടൊക്കെ ചോദിച്ച് വളരെ പ്രകോപനം വീണ്ടും സൃഷ്ടിക്കാനുള്ളൊരു ശ്രമം. അത്തരത്തിലുള്ള ഒരു സർക്കാരും പ്രതിനിധികളും അങ്ങനെ പറഞ്ഞതായി നമ്മളാരും കേട്ടിട്ടില്ല. പക്ഷേ അത്തരം ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചോദിച്ച് ഇവിടെ ആളുകളെ പ്രകോപിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് ഇവിടെ ഇത്രയും നേരം ഇവിടെ ഓരോ മാധ്യമപ്രവർത്തകരും ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ വീണ് കിട്ടിയ ഒരു അവസരം അത് പരമാവധി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുൻ മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ഒരവസരമാക്കി കണ്ടുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരിക്കലും ചേരാത്ത ഒരു നിലപാടിലേക്കാണ് ഇവിടെ ചില മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും നേരവും ഈ വീട്ടിൽ ഒരു മരണം നടന്ന വീടിൻ്റെ മുമ്പിലും ആ കാഴ്ചയാണ് കണ്ടുകൊടുന്നത്. ഭർത്താവിനോടക്കം നിങ്ങൾ അനധികൃതമായി കയറി ചെന്ന് അവിടെ മനഃപൂർവ്വം അപകടമുണ്ടാക്കിയതാണെന്ന് സർക്കാർ പറഞ്ഞു, മന്ത്രിമാർ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് അത്തരത്തിൽ അതിന് മറുപടി പറയിപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെയാണ് ചില മാധ്യമങ്ങൾ ഇവിടെ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും അത് ഒരിക്കലും ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിന് ചേർന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇവിടെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഈ വസ്ത്ര സ്ഥാപനത്തിൽ ജോലിക്കായി പോയിരുന്ന അമ്മ, അതുപോലെ തന്നെ പിതാവ് നിർമ്മാണ തൊഴിലാളിയാണ്. സാധാരണക്കാരായ കുടുംബം മകളുടെ ചികിത്സയ്ക്കായിട്ട് ന്യൂറോ സംബന്ധമായ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്ന് നമുക്കറിയാം. ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയ ശസ്ത്രക്രിയ, മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ അതിൻ്റെ ന്യൂറോ സംബന്ധമായ അസുഖത്തിന് മകൾ നവമി അവിടെ ചികിത്സ തേടിയിരിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് ഇത്തരത്തിൽ വേദനാജനകമായൊരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ അതിനെയെല്ലാം സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു അവസരമാക്കി മാത്രം മാറ്റിയെടുക്കുന്ന, എന്നാൽ സത്യമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഇവിടെയുള്ളത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ സംസ്കാര ചടങ്ങുകൾ 11 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. 8:30 സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരത്ത്.